ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഓഡിയോ ഫയലിൻ്റെ ബാക്കിൽ ഈ ഒരു മെസ്സേജ് ഫയൽ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബേസിക്കലി സ്റ്റെഗനോഗ്രഫി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 7 MB സൈസിൽ വരുന്നൊരു മ്യൂസിക് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം 2.71 MB മാത്രമേ സൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് ഡീപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഡീപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും പല വെബ്സൈറ്റുകളും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് റൺ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ, ഞാനിപ്പം സി ഡ്രൈവിലല്ല കൊടുക്കൽ, സി ഡ്രൈവ് കൊടുക്കാണ്ട് ഞാൻ ലൊക്കേഷൻ ഇപ്പോൾ മാറ്റിയിട്ടേ കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ ഡി ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കൊടുത്തു. നമ്മളിതിനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ഡീപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മളെ ടൂൾ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതാണ് ഒരു ഫയല്. അപ്പോൾ ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പിലുള്ള ഈ ഒരു ഓഡിയോ ഫയലാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ആഡ് ചെയ്ത് വെച്ചു ഈ ഒരു 7 MB സൈസിലുള്ള ഈ ഒരു ഓഡിയോ ഫയൽ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചു. അതേപോലെ മെസ്സേജ് ഞാനിവിടെ ആഡ് സീക്രട്ട് ഫയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഓഡിയോ ഫയൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ സീക്രട്ട് മെസ്സേജ് ഏതാണെന്നുള്ളത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എൻകോഡ് കൊടുക്കാം. എൻകോഡ് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ഡീക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പാസ്വേഡ് വെക്കാൻ വേണ്ടിയിട്ട് പാസ്വേഡ് വേണമെങ്കിൽ നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എനേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റ് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ .wav ഫോർമാറ്റിലാണ് ഞാനിപ്പം സേവ് ചെയ്യാൻ നോക്കുന്നത്. എൻകോഡ് സീക്രട്ട് ഫയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട് ഡീപ്പ് സൗണ്ട് എന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്താണ് ഇപ്പം പോയിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് എടുക്കാം. ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് ഡീപ്പ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഈ ഔട്ട്പുട്ട് ഫയൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈസ് ശ്രദ്ധിച്ചോ. സൈസ് വരുന്നത് ഏകദേശം ഒരു 32 MB സൈസോളം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമുള്ള ഒറിജിനൽ ഫയൽ നമുക്ക് 7 MB സൈസായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 32 MB സൈസോളം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫയലിൽ നിന്ന് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് നേരത്തെ എങ്ങനെയാണെന്ന് നോർമലി പ്ലേ ചെയ്ത് അതേപോലെ തന്നെ പ്ലേ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെസ്സേജ് ഫയൽ ഹൈഡ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തിരിയേയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൈസ് വ്യത്യാസം കാണുമ്പോൾ മാത്രമേ നമുക്ക് തിരിയുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തിരിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓഡിയോ ഫയലിന് നമുക്കിനി ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കാം. ഈ സെയിം ടൂൾ വെച്ചിട്ട് തന്നെ ഈ ഒരു ഓഡിയോ ഫയൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡോക്യുമെൻറ്റ്സിനകത്ത് ഡീപ്പ് സൗണ്ടിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സാധനമാണത്. നമ്മളിത് എൻക്രിപ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഈ ഒരു ഓഡിയോ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത മെസ്സേജ് ഡോക്ക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വന്നു. അപ്പോൾ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ പറയുന്നുണ്ട് 1 ഫയൽ ഡീകോഡഡ് ടു ഈ ഡോക്യുമെൻറ്റ്സിൽ തന്നെയാണ് ഡീകോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്കിപ്പോൾ ഈ ഒരു പുതിയ ഫയൽ വന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു പാസ്വേഡ് അറ്റാച്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ആ മെസ്സേജിൽ ഒരു പാസ്വേഡാണ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സീക്രട്ട് കമ്മ്യൂണിക്കേഷനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പാസ്വേഡ് കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓഡിയോ ഫയലിലും അതേപോലെ ഇമേജ് ഫയൽ അങ്ങനത്തെ ഓരോ ഫയൽസിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ടൂള് ഡീപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.